ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ടൊന്നും എപ്പോഴും ഇരിക്കാൻ പറ്റത്തില്ല, എന്നാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഇരിക്കുക അല്ലേ. അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ് കേട്ടോ. ഈ ഇഡ്ഡലി മാവിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഇഡ്ഡലി മാവിന് അരി എടുക്കത്തില്ലേ, 3/4 കപ്പ് അരിക്ക് പകരം ഞാനിത് എടുത്തേക്കുന്നത് ചെറിയ പരിപ്പില്ലേ, നമ്മുടെ ചെറുപയർ പരിപ്പ്, അതൊരു 1/4 കപ്പ്, പിന്നെ 1/4 കപ്പ് തൊമരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് അവല്. വേണമെങ്കിൽ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പും കൂടെ ചേർക്കാം. ഞാൻ കടലപ്പരിപ്പ് ചേർത്തില്ല. അപ്പം അരിക്ക് പകരം ഫുള്ള് പരിപ്പുകളാണ്. ചെറുപയർ പരിപ്പ്, തൊമരപ്പരിപ്പ്, പിന്നെ അവൽ സോഫ്റ്റ് ആവാനായിട്ട് 1/4 കപ്പ് അവലൊന്നും വേണമെന്നില്ല, 3-4 ടേബിൾ സ്പൂൺ അവലായാലും മതി. പിന്നെ 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ്, ഉഴുന്നാണ് പൊങ്ങി വരാനായിട്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച്, സാധാരണ മാവ് അരച്ച് വെക്കുന്ന പോലെ പുളിക്കാനായിട്ട് വെക്കണം കേട്ടോ. ഒരു ദിവസം രാത്രി ഫുള്ള് ഇത് കുതിർക്കാനിട്ടിട്ട് 6 മണിക്കൂർ കുതിർത്തിട്ട്, അവല് കുതിർക്കണ്ട, ബാക്കി പരിപ്പെല്ലാം കൂടെ കുതിർത്തിട്ട് അരച്ച് പുളിക്കാനായിട്ട് വെക്കണം. അപ്പോൾ നല്ല പുളിച്ച് പൊങ്ങി വരും. ഉപ്പും കൂടെ ചേർത്ത് പുളിപ്പിച്ചിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി വരും കേട്ടോ. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ നല്ല ദോശ ഉണ്ടാക്കും, ക്രിസ്പി ദോശയായിട്ട് വരും, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇത് അരി വെച്ചിട്ടുള്ള ഇഡ്ഡലി അല്ലാന്ന് പോലും പറയത്തില്ല. സാമ്പാറിൻ്റെ കൂടെയാണ് നല്ലത്. ചമ്മന്തിയുടെ എനിക്ക് വലിയ ഇഷ്ടമല്ല. സാമ്പാറിൻ്റെ കൂടെ നല്ല അസൽ ഇഡ്ഡലി സാമ്പാറാണ്. ഭയങ്കര സോഫ്റ്റാണ്, അവല് ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. ഞാനപ്പം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാനായിട്ട് ഇങ്ങനെയാണ്, ഈയിടെയായിട്ട് എൻ്റെ ഇഡ്ഡലി ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി സാമ്പാറും കൂടെ. പിന്നെ എനിക്ക് ഗുരുവായൂരിൽ വന്നതിന് ശേഷം എൻ്റെ മൂഡ് ശരിയല്ല, ഞാൻ അത്ര ഹാപ്പി അല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. കാരണം ഗുരുവായൂരിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വരണ്ട എന്നിങ്ങനെ തോന്നി. ഞാൻ മുരളിയോട് പറഞ്ഞു, എന്നെ അവിടെ സ്ഥിരം പറയുന്നതാണ് ഇതൊക്കെ, എന്നെ അവിടെ വെച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. മുരളിയുടെ പറഞ്ഞ നടക്കാത്ത കാര്യം എന്തിനാ ഇങ്ങനെ പറഞ്ഞോളൂ, നടക്കത്തില്ല, ശരിയാണ്. എന്നെപ്പോലെ ഒരാൾക്ക് അങ്ങനെ സ്ഥിരം അവിടെ താമസിക്കാനും പറ്റില്ല. കാരണം എനിക്കിങ്ങനെ നല്ല നോൺ വെജ് ഫുഡ് ഒക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് നടക്കാനാണ് ഇഷ്ടം. എന്നാലും പക്ഷെ അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ ഗുരുവായൂർ വീഡിയോ പറഞ്ഞ പോലെ ഭയങ്കര ഒരു മനസ്സിലൊരു ഭയങ്കര സന്തോഷമാണ്. അവിടുത്തെ ഞാൻ വിചാരിക്കും, അവിടെ ഉച്ചയ്ക്ക് രാത്രിയിൽ രാവിലെയൊക്കെ ആഹാരം കിട്ടും, അതൊക്കെ കഴിച്ച് അവിടെ താമസിച്ചാലോ എന്നൊക്കെ തോന്നിപ്പോകും. ഇതൊക്കെ നമ്മുടെ ഒരു തോന്നലാണ്. നമുക്ക് സ്ഥിരമായിട്ട് അറിയത്തില്ല, അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. എനിക്കെന്തോ അത് പറ്റുമോ എന്ന് അറിയത്തില്ല, എന്തോ. പക്ഷെ വന്നപ്പോൾ ഭയങ്കര വിഷമം, ഗുരുവായൂരിൽ വന്നല്ലോ എന്നായിപ്പോയി. വിഷമമൊക്കെ മാറ്റുന്ന ഇങ്ങനെ ഞാൻ ഇന്നലെ വെണ്ടയ്ക്ക നീളത്തിലുള്ള ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്കെന്തോ അതിങ്ങനെ നന്ദന് ഭയങ്കര ഇഷ്ടമാണ്. മുരളിയാണെങ്കിൽ കുറേ ദിവസമായിട്ട് വെണ്ടയ്ക്ക നീളത്തിലുള്ള ഫ്രൈ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആകെ വല്ലാതായി. 4 കീറി അതിൻ്റെ അരപ്പ് മാരിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ നന്ദു സ്കൂളിൽ നിന്ന് ഇങ്ങനെ ബെല്ലടിച്ചിരുന്ന് വെണ്ടയ്ക്കല്ലേ എന്നൊന്ന് ചോദിക്കുന്നതും, പിന്നെ നന്ദു വന്ന് ബെല്ലടിച്ചിരുന്നെങ്കിൽ സ്കൂളിൽ നിന്ന് എന്നൊക്കെ വന്നിങ്ങനെ ആഗ്രഹിച്ച് അങ്ങ് ആകെ ഡിസ്റ്റർബ്ഡായിപ്പോയി. പിന്നെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ തന്നെ അങ്ങ് സെൽഫ് പ്രഷറൈസ് ചെയ്തിട്ട് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ വിചാരിച്ചു ഒരു കേക്ക് ഉണ്ടാക്കി വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാം. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ മുഴുകും കേട്ടോ. ചെയ്യുന്നതിൽ കംപ്ലീറ്റ് കോൺസെൻട്രേഷനായിട്ട് വേറെ ഒന്നും അങ്ങ് ആലോചിക്കത്തില്ല. അപ്പം ഞാനൊന്ന് കേക്ക് ഉണ്ടാക്കുവാണ്. ഇതൊരു ഓറഞ്ച് കേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ഞാൻ 3 പ്രാവശ്യം സീവ് ചെയ്തു കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം ഒരു 3 പ്രാവശ്യമൊക്കെ സീവ് ചെയ്താലേ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, പിന്നെ 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 2 വലിയ മുട്ട കേട്ടോ, ചെറിയ മുട്ടയാണെങ്കിൽ 3 എടുക്കാം. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത്, ബീറ്ററില്ലെങ്കിലും മിക്സിയിലാണെങ്കിലും മതി കേട്ടോ. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഇതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട്, അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ആയാലും മതി, നന്നായിട്ട് എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചാലും മതി. ഇതിൽ വേറെ പാലൊന്നും ചേർക്കത്തില്ല കേട്ടോ. കാരണം ഓറഞ്ച് കേക്ക്, ഓറഞ്ച് ജ്യൂസാണ് നമ്മൾ ഒഴിക്കുന്നത്. ഓറഞ്ചും തണുത്ത ഓറഞ്ചല്ല കേട്ടോ. നേരത്തെ ഞാനൊരു 5 ഓറഞ്ചൊക്കെ എടുത്ത് വെളി വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് ആണ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഓവൻ ഇല്ലാതെ സ്റ്റൗ ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ പാത്രത്തിനകത്ത് ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് നല്ല അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ്സ് മീഡിയം ഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇനിയും വെറ്റ് ഇൻഗ്രീഡിയൻസിനകത്തോട്ട് 1 കപ്പ് കുറച്ച് താഴെയാണ് ചേർക്കുന്നത്. എനിക്ക് മധുരം അത്രയും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. 1 കപ്പ് പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കണേ.
3/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് ചേർക്കുക, അല്ലെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര. ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ കേക്കിന് 5 ഓറഞ്ച് ഞാൻ എടുക്കുവാണ്. അതിനകത്തുനിന്ന് ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുമ്പോഴും അകത്തെ ആ വൈറ്റ് ഭാഗം വരാതെ എടുക്കണം. വൈറ്റ് പോർഷൻ വരികയാണെങ്കിൽ കയ്പ്പ് വരും കേട്ടോ. അപ്പം നൈഫ് വെച്ചിട്ടാണെങ്കിലും അകത്തെ വെള്ള ഭാഗം വരാതെ ഒരു ഓറഞ്ച് ഫുള്ളായിട്ടൊന്ന് തൊലി പീൽ ചെയ്തെടുക്കുക. ഓറഞ്ചിൻ്റെ തൊലി ഇടുമ്പോഴും ആ നല്ല ഫ്ലേവർ നല്ലതായിരിക്കും. ഇനിയും ബാക്കി 4 ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒരു മിക്സിയിലിട്ട് അടിച്ചിട്ടെടുക്കുക. അപ്പം ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുമ്പം സീഡ് മാറ്റിയിട്ട് എടുക്കണം. സീഡും കൂടി ഇട്ട് അടിച്ചെടുക്കുമ്പം നന്നായിട്ട് കഴിക്കും കേട്ടോ. അപ്പം കുരു മാറ്റിയിട്ട് ജ്യൂസ് എടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. ഓറഞ്ച് മാത്രം എടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് എടുക്കണം കേട്ടോ. 4 ഓറഞ്ച് വെച്ചിട്ടാണ് ജ്യൂസ് എടുക്കുന്നത്. ബാക്കി 1 ഓറഞ്ച് പിന്നത്തേക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് കേക്കിലിടണം. അപ്പം ജ്യൂസ് എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ആ നാരും ഫൈബർ അതെല്ലാം കൂടെ കേക്കിനകത്ത് കിടന്നാൽ കൊള്ളത്തില്ല. അപ്പം നല്ലതായിട്ട് ജ്യൂസറുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി. ഇതിപ്പം ഞാൻ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് ഇങ്ങനെ അരിച്ചെടുക്കുവാണ്. പിന്നെ 1 ഓറഞ്ച് മാറ്റി വെച്ചിരുന്നില്ലേ, ആ 1 ഓറഞ്ചും ഇങ്ങനെ ചെറുതായിട്ട് ആ നാരും കുരുവൊക്കെ മാറ്റി ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനിയും ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ആക്കാം. ഇത് നന്നായിട്ട് ഒരു സ്പാറ്റില വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഇനി മീറ്ററൊന്നും യൂസ് ചെയ്യണ്ട. പിന്നെ ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന 1 ഓറഞ്ച് നന്നായിട്ട് അതിനകത്തോട്ട് ഇടുക. പിന്നെ ഓറഞ്ച് ജ്യൂസ് മുഴുവൻ ഒഴിക്കേണ്ട, കുറച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു മണവും ആ ഓറഞ്ചിൻ്റെ ഭയങ്കര രസമാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ട്. എനിക്കങ്ങ് നല്ല ഫുൾ ഓറഞ്ചിൻ്റെ മണവും നല്ല രസമാണ്. അത് മിക്സ് ചെയ്യുമ്പം ആ ഒരു കളറും, ഈ ക്യാമറയിൽ വലിയ കളർ കാണുന്നില്ല, പക്ഷെ ഭയങ്കര ഓറഞ്ച് മണവും എല്ലാം കൂടെ എനിക്കത് എക്സ്പ്രസ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത്. ഭയങ്കര സന്തോഷം കിട്ടി എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കിയപ്പോൾ. അത് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഞാനത് ബേക്ക് ചെയ്യാൻ വെച്ചു. 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യുന്നത്. സ്റ്റൗ ടോപ്പിലാണെങ്കിലും നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സിൽ സിമ്മിൽ 40 to 50 മിനിറ്റ്സ് ആ പാത്രത്തിനകത്ത് കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് വേറൊരു പ്രൊസീജിയർ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓറഞ്ച് സോസ് റെഡിയാക്കണം. അപ്പം കുറച്ച് ഓറഞ്ച് ജ്യൂസ് നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, ആ ഓറഞ്ച് ജ്യൂസിൻ്റെ കൂടെ ഒരു സോസ് പാനിലോട്ടിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളവും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. ഓറഞ്ച് സോസ് എന്ന് പറയാം ഇതിന്. നന്നായിട്ട് തിളപ്പിക്കുക. അതൊരു നല്ല ഒരു ഓറഞ്ച് കളർ, ഇതിൻ്റെ കളർ മാറി വരും. നല്ല തിളച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ തിളയ്ക്കുമ്പോഴത്തേക്കുണ്ടോ ഇത് ഇങ്ങനെ നല്ല ഡാർക്ക് കളറായിട്ട് വരുവേ. അപ്പം 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് കളർ മാറി വന്നു കഴിഞ്ഞ് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഓറഞ്ച് സോസ് റെഡിയായി. അപ്പം കേക്ക് റെഡിയായിട്ട് കേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കേക്ക് തണുക്കാൻ വെച്ചിട്ട് ഞാൻ പിന്നെ ബാക്കി പണികൾക്കൊക്കെ ആയിട്ട് പോയി. ചെടിക്ക് വെള്ളം ഒഴിക്കൽ, പിന്നെ കുറേ കുട്ടി പണികളെ. കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി എനിക്ക് ഒട്ടും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, ഓരോ വിഷമങ്ങൾ, അങ്ങനെ ആ ചിന്തകൾ ഇങ്ങനെ എന്താ ചെയ്യുക, ഞാൻ എങ്ങനെയൊന്ന് സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് വരാറുണ്ട്. അപ്പം എനിക്കപ്പോൾ അതിന് അങ്ങനെ ഒരു മറുപടി, അപ്പം എന്നെ ഒന്ന് വിളിക്കുമോ, ചേച്ചിയുടെ നമ്പർ തരുമോ, എനിക്കൊന്ന് സംസാരിക്കാനാ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒത്തിരി മെസ്സേജസ് പേഴ്സണലായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ നമ്പർ തന്നുകൊണ്ട് കുറച്ച് പേരെ ഞാൻ വല്ലപ്പോഴും 1-2 പേരെ എനിക്ക് അങ്ങനെ ഒത്തിരി അങ്ങനെ ഇപ്പം ഫിസിക്കലി അങ്ങനത്തെ ചിലരെയൊക്കെ വിളിക്കാൻ ഞാൻ ശ്രമിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാർഗമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുന്നതെന്നായിരിക്കും ഒത്തിരി പേർക്ക്, എങ്ങനെയാണ് ചേച്ചിക്ക് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക, അങ്ങനെയും കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു പേഴ്സണലായിട്ട് അങ്ങനെ ഒരു എനിക്കും പലപ്പോഴും ഞാനങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളൊന്നും അല്ല. പലപ്പോഴും ഡൗൺ ആകാറുണ്ട്. ഞാൻ ഡൗൺ ആകുമ്പോൾ ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്ന ഒരാളുമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഡൗൺ ആകുമ്പോൾ നിങ്ങൾ വീഡിയോയിൽ കൂടെ കാണുന്നത് ചിലപ്പോൾ എൻ്റെ 1-2 ദിവസങ്ങളായിരിക്കും. അല്ലാത്തപ്പോൾ ഞാൻ പലപ്പോഴും കരഞ്ഞിരിക്കുന്ന ഒരാളുമായിരിക്കും. പിന്നെ മാക്സിമം ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ചെയ്യുന്നത്, ഞാൻ ഡാൻസിന് പോകുന്നുണ്ട്, അങ്ങനെ ഞാൻ ഒത്തിരി എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ലൈബ്രറിയിൽ പോകുന്നുണ്ട്. പക്ഷെ ലൈബ്രറിയിൽ പോയിരിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഓരോ ചലഞ്ചസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോഴും ഒക്കെ എന്നോട് ഒരാൾ ചോദിക്കുന്നു, അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം എത്ര കുട്ടികളാ, ലൈബ്രറിയിൽ ഒത്തിരി പുതിയ ആൾക്കാർ, എനിക്ക് അറിയുന്ന ആൾക്കാരായിരിക്കത്തില്ല ലൈബ്രറിയിൽ വരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ദിവസവും ഒത്തിരി മറുപടി പറയേണ്ടി വരാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും ഒരു പ്രായമുള്ള ഒരാൾ, നോർമൽ സാധാരണ ആൾക്കാരോട് ഞാനിങ്ങനെ കുട്ടികൾ ഇപ്പം ഇല്ല അല്ലെങ്കിൽ പോയി, അപ്പം ചിലപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ ദിവസമാണെങ്കിൽ എനിക്ക് ഈ അടുത്തേക്ക് ഒത്തിരി പ്രായമുള്ള ഒരാൾ, അപ്പം പുള്ളിയോട് എനിക്ക് കുട്ടികളില്ല എന്നൊക്കെ പറയേണ്ടി വന്നാൽ പിന്നെ അതിന് പുള്ളിയോട് എനിക്ക് സംസാരിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വേറെ ലാംഗ്വേജിലുള്ള ഒരാളാണ്, തമിഴൊക്കെ മിക്സ് ചെയ്ത് ഞാൻ സംസാരിച്ച്. അപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഒരു മോളുണ്ട്. പിന്നെ അദ്ദേഹം ചോദിച്ചു മോള് എത്ര വയസ്സായപ്പോൾ ഞാൻ പറഞ്ഞു 15 വയസ്സ്. എനിക്ക് ആ സമയത്ത് വായി വരുന്നൊക്കെ ഞാൻ പറഞ്ഞത് അവസാനം 15 വയസ്സ്. മോൾ ഏത് ക്ലാസ്സിലാണ്? പിന്നെ 10ാം ക്ലാസ്സിൽ. അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക്, അപ്പം എൻ്റെ മൈൻഡ് ഇങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ് ഓരോ ദിവസവും നിൽക്കാൻ. പിന്നെ ഞാനിങ്ങനെ വീട്ടിലുള്ള സമയത്ത് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം പുറത്തു പോകും, സന്തോഷിക്കും, സിനിമ കാണും, അല്ലെങ്കിൽ യാത്രകൾ പറ്റുമ്പോൾ പോകും. എപ്പോഴെപ്പോഴും യാത്ര പോയി കറങ്ങി നടക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. പറ്റുമ്പോഴൊക്കെ പോവും, അമ്പലങ്ങളിൽ പോവും. ഇങ്ങനെ വീട്ടിലുള്ളപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് മാക്സിമം TV കാണും. ഇതൊക്കെയാണ് എൻ്റെ രീതി കേട്ടോ. ഡാൻസ് എനിക്കൊരു റിലീഫാണ്. അങ്ങനെ ഞാനൊരു എക്സലൻറ്റ് ഡാൻസറൊന്നും അല്ല, മുട്ട് ആകെ കുളമായിട്ടിരിക്കുകയാണ്. അപ്പോൾ പറ്റുന്നോളം ചെയ്യുക. പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കുക മൂടുള്ളപ്പോൾ. അങ്ങനെയൊക്കെ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പം നിങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുക. അതേ നമുക്കൊരു സൊല്യൂഷനുള്ളൂ. ജീവിക്കണം, നമ്മൾ തളരരുത്, ജീവിച്ചേ പറ്റുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ ഡീവിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. കേക്ക് തണുത്ത് കഴിഞ്ഞിട്ട് അത് ഡീമോൾഡ് ചെയ്ത് ബട്ടർ പേപ്പർ മാറ്റിയിട്ട് ആ കേക്ക് ടിന്നിനകത്തോട്ട് തന്നെ ഇറക്കി വെക്കുക. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് പ്രിക്ക് ചെയ്ത് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഓറഞ്ച് സോസില്ലേ അത് പതുക്കെ ആ കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കുക. സ്പീഡിൽ ഒഴിക്കരുത്, അതൊന്ന് അബ്സോർബ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുത്ത് സ്ലോ ആയിട്ട് ആ സോസ് കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ഒരു തുണി വെച്ചിട്ട് വല്ലതും അതൊന്ന് കവർ ചെയ്ത് വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കേക്ക് പുറത്തെടുത്തിട്ട് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്യുക. നല്ല സ്റ്റിക്കി ആയിരിക്കും, കുറച്ച് ഓറഞ്ച് സോസ് ഉള്ളതുകൊണ്ട് തന്നെ പുറവശം സ്റ്റിക്കി ആയിരിക്കും. നല്ല മോയിസ്റ്റ് ആയിട്ട് ഉള്ളൊരു കേക്ക്, ഒരു എക്സലൻറ്റ് ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ്. ആ ഓറഞ്ചിൻ്റെ ഫ്ലേവറും ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു കേക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും കഴിക്കുക, ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു സൂപ്പർ കേക്കാണ് ഇത്. ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക, പറയുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.